അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹി ബാബനാ തബാറക ഹിത്വാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുനാ ഹാമീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുനാ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷനും കൊടുവള്ളി മണ്ഡലം അധ്യക്ഷനുമായ എൻ അബ്ദുള്ള മുസ്ലിയാർ അവറുകളെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ ആമില സമിതിയുടെ റയീസ് ആദരണീയനായ സയ്യിദ് നജമുദ്ദീൻ പൂക്കോയ തങ്ങൾ അവറുകളെ, SYSൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആദരണീയനായ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ കുട്ടമ്പൂർ അവറുകളെ, ജില്ലാ ആമില സമിതിയുടെ കൺവീനർ, ഈ മണ്ഡലം SYSൻ്റെ പ്രസിഡൻറ്റുമായ ബാവ മൗലവി ജീറാനി അവറുകളെ, ജില്ലാ SYSൻ്റെ മജ്ലിസുന്നൂറിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി ചളിക്കോട് അവറുകളെ, യാത്രയുടെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഫൈലി ചെറുവാടി അവറുകളെ, വേദിയിലും സദസ്സിലുമായുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SYS സംസ്ഥാന വ്യാപകമായി ഈ വർഷത്തെ ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രമേയാധിഷ്ഠിതമായ ക്യാമ്പയിൻ നടത്തുകയാണ്. യഹിയ നിങ്ങോട്ട് കയറി. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് വഹാബിസം, ലിബറലിസം, മതനിരാസം എന്ന പ്രമേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടന്നു. നമ്മുടെ ജില്ലയിൽ ഇതിൻ്റെ ഒരു വിളംബരം അറിയിച്ചുകൊണ്ട് എല്ലാ മഹല്ലുകളും എല്ലാ ശാഖാ കമ്മിറ്റികളും അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഉണർത്ത് എന്ന നിലയിൽ SYSൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് സയ്യിദ് TPC തങ്ങൾ നയിക്കുന്ന ഒരു ജനസമ്പർക്ക യാത്ര, ട്രീറ്റ് ആൻഡ് മീറ്റ് എന്ന ഒരു ഇടപെടൽ സമ്പർക്ക യാത്ര മിനിയാന്ന് രാവിലെ വടകര കുഞ്ഞിപ്പള്ളി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്തുകൊണ്ട് ആരംഭിച്ച് വടകരയിലും ആദ്യ ദിവസം, തുടർന്ന് കുറ്റ്യാടിയിലും നാദാപുരത്തുമായി നടന്നു. പിറ്റേ ദിവസം പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും ബാലുശ്ശേരി പൂനൂരുമായി കൊണ്ട് നടന്നു. ഇന്ന് രാവിലെ തിരുവമ്പാടി മണ്ഡലത്തിൻ്റേത് പൂളപ്പൊയിൽ മദ്രസയിൽ വെച്ചുകൊണ്ട് ആരംഭിച്ച് ഇന്ന് കൊടുവള്ളി മണ്ഡലത്തിൻ്റെ ജാഥ കൊടുവള്ളി മണ്ഡലത്തിൻ്റെ സ്വീകരണ കേന്ദ്രമായ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം യാത്രാ നായകൻ നമ്മുടെ വേദിയിലേക്ക് എത്തും. ഇന്ന് വൈകുന്നേരം മാവൂരിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. നാളെ അത്തോളിയിൽ നിന്നുകൊണ്ട് ആരംഭിച്ച് കോഴിക്കോട്ട് സിറ്റിയിലൂടെ കടന്ന് ബേപ്പൂരിൽ വെച്ചുകൊണ്ട് സമാപിക്കുന്നതോടുകൂടി 4 ദിവസത്തെ സന്ദേശയാത്ര, ജനസമ്പർക്ക യാത്ര പൂർണ്ണമാവുകയാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് നമ്മുടെ ജില്ലയിലെ പല ഭാഗത്തിലും ജില്ലാ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നടക്കുന്നത്.
നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി മണ്ഡലം ഈ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള, ഏറ്റവും കൂടുതൽ യൂണിറ്റുള്ള ഒരു മണ്ഡലം എന്ന നിലക്ക് അതിൻ്റെ വലിയ ഒരു ഭാഗം ഈ യാത്രയുടെ വിജയം കുടികൊള്ളുന്നത് നമ്മുടെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം, ഉച്ചയുടെ ആ ഒരു സമയം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉച്ചക്ക് എവിടെയെങ്കിലും ഒന്ന് പോകൽ ആവശ്യമാണ്. അത് കൊടുവള്ളി ചാർട്ട് ചെയ്തപ്പം കൊടുവള്ളിയാണ് കിട്ടിയത് എന്ന് മാത്രം. ഏതായിരുന്നാലും ശരി, ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പല സംഘടനാ പ്രവർത്തനങ്ങളും പ്രമേയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ ഫണ്ട് ശേഖരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ താഴെ തട്ടിൽ നിന്ന് വ്യവസ്ഥാപിതമായി നടക്കുകയാണ്. ഇത് ചർച്ചക്കെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ ഈ പ്രമേയം നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന സ്ഥിതിയേക്കാൾ കൂടുതൽ പിന്നീട് ഈ പ്രമേയം പൂർണ്ണമായി ഇത് പ്രസക്തമായി തീർന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഒരു ഭാഗം വഹാബിസമാണ്, മറ്റൊരു ഭാഗം ലിബറലിസവും മതനിരാസവുമാണ്. ലിബറലിസവും മതനിരാസവും വളരെ പ്രധാനമായി വരുന്നതിൻ്റെ ഒരു ഘടകം, ഇന്ന് ഇസ്ലാമിനെ എതിർക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നാണ്. മുസ്ലിം വിരുദ്ധരെല്ലാം ഒറ്റക്കെട്ടാണ്. അവിടെ മതവിശ്വാസികളും മതമില്ലാത്ത ആളുകളും ദൈവവിശ്വാസികളും ദൈവനിഷേധികളും ഒക്കെ വരും. അതിനേറ്റവും രസകരമായിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ക്രിസംഗി എന്ന് പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദികൾ, അവരുടെ അജണ്ട, അവർ ത്രിയേകത്വത്തിൻ്റെ ആളുകളാണ്, ക്രൈസ്തവത എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ക്രിസംഗിയുടെ നേതാവായ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ലൈവ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സമയം ചർച്ചയ്ക്ക് അനുവദിച്ചു കൊടുക്കുന്നത് ജാമിദ എന്ന് പറയുന്ന നവനാസ്തികവാദി എന്ന എക്സ് മുസ്ലിമിനാണ്. ജാമിദയുടെ പോളിസി ദൈവനിഷേധമാണ്. ഒരള്ളയില്ല ജാമിദക്ക്, ഒരു നബിയുമില്ല, ഒരു വേദവുമില്ല ജാമിദക്ക്. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിനും ഫണ്ട് കൊടുക്കുന്നത്, അതിനു വേണ്ടിയല്ല ഒത്താശം ചെയ്തു കൊടുക്കുന്നത് സംഘപരിവാറുമാണ്. ഇപ്പോൾ BJPയുടെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒട്ടുമിക്ക വേദികളും ജാമിദക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അവർ പ്രോത്സാഹിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ള ക്രിസംഗികളെ. അപ്പോൾ ഇവിടെ ഫാസിസ്റ്റുകളാകുന്ന സംഘപരിവാറും ക്രിസംഗികൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദികളും നവനാസ്തികവാദികൾ എന്ന വ്യാജാനം നടന്നുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിംസും ജബ്രകളും എല്ലാം ഒന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം, ഒരു കൂട്ടർക്ക് ദൈവം എണ്ണിയാൽ തീരൂല, തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് ഒരു കൂട്ടർക്ക്. ഒരു കൂട്ടർക്ക് ദൈവം 3 എണ്ണത്തിൽ പരിമിതപ്പെടുത്തും. ദൈവം, പുത്രൻ, പിതാവ്. അത് ത്രിയേകത്വമാണ്. അതിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. ഞങ്ങളുടെ ആശയപ്രചരണം അതാണ്, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം അതാണ് എന്ന് അവർ പറയും. ഒരു കൂട്ടർക്ക് ദൈവം തന്നെ ഇല്ല, അതാണ് നാസ്തികവാദം. അപ്പോൾ ഒരു ദൈവവും ഇല്ലെന്ന് പറയുന്നവരും ഒരു ദൈവമുണ്ടെന്ന് പറയുന്നവരും ഒരു ദൈവത്തിന് തന്നെ പുത്രനും പിതാവും ഉണ്ടെന്ന് പറയുന്ന ത്രിയേകത്വം പറയുന്നവരും ദൈവം എണ്ണിയാൽ തീരില്ല എന്ന് പറയുന്ന തൂണിലും തുരുമ്പിലും ദൈവത്തെ കാണുന്നവരും എല്ലാവർക്കും കൂടി ഒരൊറ്റ ശത്രു ഇസ്ലാമാണ്. അവർ പരസ്പരം അങ്ങും ഇങ്ങും ചങ്ങാത്തത്തിലാണ്. അതിൻ്റെ അർത്ഥം 21-ാം നൂറ്റാണ്ടിലും ഇവരുടെ മുമ്പിലൊക്കെ ഉയർന്നു നിൽക്കുന്ന പ്രസ്ഥാനം വിശുദ്ധ ഇസ്ലാമാണ് എന്നു തന്നെയാണ്. എന്നാൽ ഈ ഒരു നാസ്തികവാദം, യുക്തിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കില്ല എന്ന് പറയുന്ന വാദം മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഉടലെടുത്ത, അത് രൂപപ്പെടുത്തി വന്നത് ആഗോള വ്യാപകമായി ചിന്തിക്കുമ്പോൾ അത് വഹാബി പ്രസ്ഥാനമാണ്. സലഫി ധാരയാണ് യുക്തിക്കനുസരിച്ച് കാര്യങ്ങളെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞത്. യുക്തിക്ക് യോജിക്കാത്ത കാര്യങ്ങളെ അനുകരിക്കാതിരിക്കുന്നത് കേവലം ദൈവനിഷേധികളായ യുക്തിവാദികൾ മാത്രമല്ല,
ഏകദൈവവാദികൾ എന്ന് പറയുന്ന തൗഹീദിൻ്റെ സംസ്ഥാപകർ എന്ന് പറയുന്ന വഹാബികളും യുക്തിക്കൊത്ത് കാര്യം കിട്ടിയില്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് പറയുന്നവരാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനപ്പെട്ടതേ സ്വീകരിക്കൂ, അതീതമായത് അസ്വീകാര്യമാണെന്ന് പറയുന്നതാണ് യുക്തിവാദം. വഹാബി പ്രസ്ഥാനം യുക്തിവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെട്ടതാണ്. ജാമിദ മുമ്പ് വഹാബിയായിരുന്നു, ചേകനൂരും മുമ്പ് വഹാബിയായിരുന്നു, CN അഹമ്മദ് മൗലവിയും വഹാബിയായിരുന്നു. വഹാബിയത്തിലാണ് ഇതിൻ്റെ വിഷവിത്ത് കിടക്കുന്നത്. അപ്പോൾ ദൈവനിഷേധം എന്ന് പറയുന്ന, നാസ്തികവാദം എന്ന് പറയുന്ന വിഷദ്രാവകം ഒഴുകി വരുന്നതിൻ്റെ കേന്ദ്രം ഇസ്ലാമികമായി പ്ലാറ്റ്ഫോമിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു കേന്ദ്രം അത് വഹാബിയത്താണ്. അവരാണ് യുക്തിവാദത്തെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ മുസ്ലിമീങ്ങളാകുന്ന മുസ്ലിമൻസ് എന്ന് പറയുന്നവരിൽ രൂപപ്പെട്ടു വരുന്ന ഒരു രീതി, അവരുണ്ടാക്കി തീർക്കുന്ന പ്രഖ്യാപനം ഇതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ രണ്ടാം പതിപ്പായ ലിബറലിസം എന്ന് പറയുന്ന വഴിവിട്ട സ്വാതന്ത്ര്യവും മതനിരാസം എന്ന് പറയുന്ന ദൈവനിഷേധ നാസ്തികവാദവും പരസ്പരം പൂരണങ്ങളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ യാത്രാനായകൻ TPC തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അള്ളാഹു മഹാനവർഗൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിധത്തിൽ നവനാസ്തികവാദത്തെയും ലിബറലിസത്തെയും നമ്മൾ എതിർക്കുമ്പോൾ എന്തുകൊണ്ട് വഹാബിയത്തിനെ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. വഹാബിയത്തിനെ അങ്ങനെ എതിർക്കേണ്ടതാണെങ്കിൽ അത് മറ്റൊരു സമയത്തായാൽ പോരെ. ഈ ലിബറലിസം പറയുമ്പോൾ എന്തുകൊണ്ട് വഹാബിയത്തിനെ പറയുന്നു? അതിന് പ്രധാന കാരണം, ഞാൻ പറഞ്ഞു വന്ന എൻ്റെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമികമായി ലിബറലിസത്തെ, സ്വതന്ത്രവാദത്തെ ഇസ്ലാമിക ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് വഹാബിയത്താണ് എന്നതുകൊണ്ടാണ്. അവരാണ് ഈ ലിബറലിസം ഇസ്ലാമിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അവരാണ് യുക്തിവാദം ഇസ്ലാമിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അവർ യുക്തിക്ക് നിരക്കാത്തതൊക്കെ തള്ളും. ഈ വിധത്തിൽ ഞാനതിൻ്റെ വിശദാംശങ്ങളെ കിടക്കുന്നില്ല. 2, മുസ്ലിം സമുദായത്തിൻ്റെ വലിയ വെല്ലുവിളികളുടെ കാര്യത്തിൽ പ്രധാനമായി നമ്മൾ എതിർക്കുന്നത് ഫാഷിസത്തെയാണ്. ഇവരൊക്കെ എതിർക്കുന്ന സംഘപരിവാറാണ് നാസ്തികവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. സംഘപരിവാറാണ് ക്രിസ്ത്യൻ തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ആ സംഘപരിവാറിനെ നമ്മൾ എതിർക്കുമ്പോഴും അതിൻ്റെ ഫാസിസ്റ്റ് നിലപാടുകളെ നമ്മൾ ചെറുക്കുമ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ അകത്തു ചില തീവ്ര മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ കാണാം. അതിലും നമ്മൾ ഒന്നാമതായി കാണുന്നത് വഹാബിയത്താണ്. ഇപ്പോൾ വഹാബിയത്തിനെ എതിർക്കരുത്, ഫാഷിസം പണം വിടർത്തി ആടുന്ന സമയമാണ്, ഡെമോക്രസിൻ്റെ വാള് പോലെ ഫാഷിസം നമുക്ക് നേരെ തൂങ്ങി നിൽക്കുന്നു, അപ്പോൾ നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ വഹാബിയത്തും പറഞ്ഞ് നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരുടെ മറുപടി, ആഗോള ഭീകരവാദത്തിൻ്റെ ഹോൾസെയിൽ നിർമ്മിച്ചിട്ടുള്ളത് വഹാബിയത്താണ്. നമ്മൾ ആഗോളമായി ഒരുപാട് അക്രമ സംഭവങ്ങളെ സംബന്ധിച്ചുകൊണ്ട് കേൾക്കാറുണ്ട്. പാവപ്പെട്ട നിരപരാധികൾ കഴിഞ്ഞുകൂടുന്ന പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങളിൽ ബോംബ് കടത്തി വാഹനം പൊട്ടിച്ചെതറി നിരപരാധികളെ കൊല്ലുന്ന വാർത്ത. അതുപോലെ തന്നെ ജനസാന്ദ്രതയുള്ള പ്രദേശമാകുന്ന എയർപോർട്ടിലേക്ക് മനുഷ്യ ബോംബായി രംഗത്ത് വന്ന് പൊട്ടിത്തെറിച്ച് ആളുകളെ കൊല്ലുന്ന സ്ഥിതി. ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യന്മാർ മരിച്ചു വീഴുന്നു. ഇതിന് പിന്നിലാരാ? IS, ബൊക്കെ ഹറാം, അൽ-ഖായിദ, താലിബാൻ എന്ന് തുടങ്ങി സിറിയയിലും ഈജിപ്തിലും സൗദിയിലും ഇറാഖിലുമൊക്കെ വിവിധ പേരുകളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റ് നിർമ്മിക്കുന്നു എന്ന വ്യാജേന ഇസ്ലാമിക വിരുദ്ധത നിർമ്മിക്കുന്ന IS, ബൊക്കെ ഹറാം തുടങ്ങിയ സംഘടനകളൊക്കെ. ഈ പ്രസ്ഥാനങ്ങളെല്ലാം ചെന്നെത്തുന്ന അതിൻ്റെ പര്യവസാനം വഹാബി ആശയമാണ് എന്ന കാര്യത്തിൽ ലോകത്തിനു മുമ്പിൽ തർക്കമില്ലാത്ത വിധം ബോധ്യപ്പെട്ട വസ്തുതയാണ്. അൽ-ഖായിദയുടെ പിന്നിൽ, താലിബാനിസത്തിൻ്റെ പിന്നിൽ, ആഗോള വ്യാപകമായി പ്രവർത്തിക്കുന്ന എല്ലാ ഭീകര സംഘടനകളുടെയും പിന്നിൽ
വഹാബിയത്താണ്. ഈ വഹാബി ആശയം ആണ് അവരൊക്കെ സിരകളിൽ. സൗദി അറേബ്യയിലെ മക്ബറകൾ പൊളിച്ചു മാറ്റി പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കി മഹാന്മാരായ ആലിമീങ്ങളെ വകവരുത്തി സൂഫി ദർഗകളെ തകർത്ത് സൂഫി വര്യന്മാരെ കൊന്ന് അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർത്തി പൂണ്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ സലഫി ധാരയാണ് അതിൻ്റെ എല്ലാ വഴികളുമായി ഇന്ന് ലോകത്ത് നിലകൊള്ളുന്ന വഹാബി പ്രസ്ഥാനങ്ങളൊക്കെ. അത് വളരെ വ്യക്തമായി അതിൻ്റെ പഠന ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയൊക്കെ ആശയവുമായി ബന്ധപ്പെട്ട് റഷീദുൽ റീദയുടെയൊക്കെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഉടലെടുത്തിട്ടുള്ള ആഗോള ഭീകരത, ആ ഭീകരതയെ എതിർക്കാതെ നമ്മൾ ഇന്ത്യൻ ഫാഷിസത്തെ എതിർക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യൻ ഭീകരവാദത്തെ നമ്മൾ എതിർക്കുമ്പോഴും ആഗോള ഭീകരവാദത്തെ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാക്കി തീർക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 2015 മാർച്ച് മാസം 1-ാം തീയതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി, ബഗ്ദാദിയുടെ IS മാത്രമല്ല, സൗദി വഹാബിസത്താൽ സ്വാധീനിക്കപ്പെട്ട സംഘടന ISൻ്റെ മുൻഗാമിയായ അൽ ഖായിദ, സോമാലിയയിലെ അൽ ഷബാബ്, പാകിസ്ഥാനിൽ ലഷ്കർ എ തൊയ്ബ, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സക്രിയമായ താലിബാൻ, ട്യൂണീഷ്യയിലും ലിബിയയിലും പ്രവർത്തിക്കുന്ന അൻസാറുൽ ശരിയ, നൈജീരിയയിലെ ബൊക്കോ ഹറാം തുടങ്ങിയവയെല്ലാം പ്രത്യയശാസ്ത്രപരമായ ഊർജം വലിച്ചെടുക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ശുദ്ധ ഇസ്ലാം ചിന്താഗതികളിൽ നിന്നത്രേ അരുംകൊലകളുടെ വ്യാജ ലേബലുകൾ എന്ന ലേഖനത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 2015 മാർച്ച് 1 വന്നിട്ടുള്ള ലേഖനമാണ്. അതൊരു ഉദ്ധരണി. മാധ്യമത്തിൽ വന്ന മറ്റൊരു ഉദ്ധരണി, ലോകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും അക്രമാസക്തവും പ്രാകൃതവുമായ പ്രതിനിധാനം നിർവഹിക്കപ്പെടുന്നത് സലഫി വഹാബി ധാരയിൽ നിന്നാണ്. ലഷ്കർ എ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പ്രാകൃത സംഘടനകളെല്ലാം സലഫി ഗ്രൂപ്പുകളാണ്. അക്ഷരങ്ങൾക്കപ്പുറത്ത് മതത്തെയും സാമൂഹിക സാഹചര്യങ്ങളെയും വായിക്കാൻ അറിയാത്തവർ എന്നതാണ് വഹാബികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു ഉദ്ധരണി ഞാൻ വായിക്കും, അത് ഷബാബാണ്. ഷബാബ് ഖണ്ഡിക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിലും ഷബാബിൻ്റെ ഉദ്ധരണി 2015 ജനുവരി മാസം ഷബാബിൻ്റെ ലക്കത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത. വഹാബിസം അത് സ്വീകരിക്കുന്ന ജനതയുടെയും രാജ്യത്തിൻ്റെയും സ്വഭാവമനുസരിച്ച് പ്രത്യക്ഷത്തിൽ മാറുന്നതായി കാണാം. ഗോത്രമേധാവിത്വമുള്ള സമൂഹങ്ങളിലാണ് വഹാബിസം ഏറ്റവും കർക്കശവും തീവ്രവുമായ രൂപം പ്രാപിക്കുന്നത്. അഫ്ഗാനിലെ ത്വാലിബാൻ, പാകിസ്ഥാനിലെ തഹ്രീക്കെ ത്വാലിബാൻ, നൈജീരിയയിലെ ബൊക്കോ ഹറാം, ഇറാഖിലെ IS, സൗദിയിലെ അൽ ഖായിദ തുടങ്ങിയ വഹാബികൾ എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ അതിന് ഉദാഹരണങ്ങളാണ്. ഇത് ഷബാബിൽ വന്ന ഉദ്ധരണിയാണ്. ഷബാബിൽ തന്നെ മറ്റൊരു ഉദ്ധരണി, ഇറാഖിലും സിറിയയിലും ഈയിടെ രൂപപ്പെട്ട ലോകത്തിൻ്റെ കണ്ണികൾ കരടായി മാറിയ IS തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ വഹാബി ആശയം ഉൾക്കൊണ്ട് സൗദി വംശം അറേബ്യയിൽ നടത്തിയ കുടിലമായ ആക്രമണ പരമ്പരയുടെ ആവർത്തനമാണ്. ബൊക്കെ ഹറം, അൽ ഷബാബ്, അൽ ഖായിദ, താലിബാൻ മുതൽ ഒടുവിലത്തെ ISഉം വഹാബി മൂവ്മെൻറ്റിൻ്റെ വ്യത്യസ്ത പതിപ്പുകളാണ്. ഷബാബ് 2014 ഡിസംബർ 26. ചന്ദ്രികയിലെ ഒരു ഉദ്ധരണി 2015 മാർച്ച് 17. വിഖ്യാത പണ്ഡിതൻ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ അഗ്നിക്കിരയാക്കിയ IS ഭീകരർ മതത്തിൽ നിന്ന് ഏറെ അകലെയാണെന്ന സ്വയം തെളിയിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇത്തരം ധാരയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് സലഫി ധാരയാണ്. അങ്ങനെ വിചിന്തനത്തിലെ മറ്റൊരു ഉദ്ധരണി, അങ്ങനെ തീരാത്ത ഉദ്ധരണികൾ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇർഫാൻ ഹബീബിൻ്റെ ഒരു അഭിമുഖം വിമർശനാത്മകമായി ഷബാബ് കൊടുത്തത്, ഇർഫാൻ ഹബീബ് ഒരുപാട് പത്രക്കട്ടിങ്ങളുടെ പിൻബലത്തിൽ
ആഗോള ഭീകര സംഘടനകളായി ഈ പറയപ്പെട്ട എല്ലാത്തിൻ്റെയും നാരായ വേര് വഹാബിസം ആണെന്ന് ഇർഫാൻ ഹബീബ് ഖണ്ഡിതമായി ഒരു അഭിമുഖത്തിൽ സമർത്ഥിക്കുമ്പോൾ അതിന് മറുപടി എന്ന വ്യാജാന ഷബാബ് കൊടുക്കുന്നതാണ്. അതൊക്കെ ആ പ്രദേശങ്ങൾ രൂപപ്പെട്ടു വന്ന ഓരോ സാഹചര്യങ്ങളാണ് എന്ന് മറുപടി പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ സിദ്ധാന്തം വഹാബിയത്താണ് എന്ന കാര്യത്തിൽ ലോകത്ത് വിമർശകർക്ക് മാത്രമല്ല അനുകൂലിക്കുന്നവർക്ക് പോലും സംശയമുണ്ടാവില്ല. മഹാന്മാരായ ആലിമീങ്ങളെ എതിർക്കുന്നതിലും ദർഗകൾ പൊളിച്ചു മാറ്റുന്നതിലും യാതൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പൊളിച്ചു നീക്കുന്നതും ഞങ്ങളാണത് പൊളിച്ചു മാറ്റിയതെന്ന് അഭിമാനം കൊള്ളുന്നവരുമാണ് ഈ സലഫി സരണി, ഈ വഹാബി പ്രസ്ഥാനം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പൊളിച്ചു നീക്കിയ മക്ബറകൾ എണ്ണിയാൽ തീരാത്തവയാണ്. സൂഫി വര്യന്മാരുടെ ദർഗകളിലേക്ക് ഇരച്ചുകയറി വാഹനങ്ങളിലൂടെ കയറി ബോംബായി നിന്ന് നൂറുകണക്കിന് മുത്താലിമീങ്ങളെയും ഉസ്താദിനെയും ഒന്നിച്ച് കൊന്ന് കൊലവിളിച്ചിട്ടുള്ള വഹാബി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചുകൊണ്ട് നിരവധി തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ആഗോള ഭീകരത ഇസ്ലാമിക പരിപ്രേക്ഷ്യമായി അവതരിപ്പിക്കുന്ന IS ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഭീകര പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ആശയത്തിൻ്റെ മുലപ്പാൽ കുടിച്ചത് വഹാബിസത്തിൽ നിന്നാണ്. ഈ വഹാബി പ്രസ്ഥാനമാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വെല്ലുവിളി നേരിടുന്നത് ഇസ്ലാം കൊന്നൊടുക്കൽ സംഘടനയാണ് എന്നതിലേക്കാണ്. ഇസ്ലാം കൊലവിളിക്കുന്നു, ഇസ്ലാം ആക്രമിക്കുന്നു എന്ന വിധത്തിൽ ഇസ്ലാമിൻ്റെ സമാധാനത്തെ മുഴുവൻ മൂടിവെച്ച് ഓറിയൻ്റലിസ്റ്റുകൾ തെളിവായി ഉദ്ധരിക്കുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിയ നിരവധി കൊലയുടെ പരമ്പര നിരത്തിക്കൊണ്ടാണ്. ഈ കൊലപാതകങ്ങൾ മുഴുവനും നടത്തിയിട്ടുള്ളത് ബൊക്കോ ഹറാമോ അൽ ഖായിദയോ അല്ലെങ്കിൽ താലിബാനോ അല്ലെങ്കിൽ IS തുടങ്ങിയ ഭീകര സംഘടനകളാണ്. ഈ സംഘടനകളുടെയൊക്കെ അടിസ്ഥാനം വഹാബിയത്താണ്. അതിൻ്റെ ഒക്കെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. ആശയധാര കൊടുത്തത് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്, റഷീദുർ റിളയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് ഭീകരവാദത്തെ നമ്മൾ എതിർക്കേണ്ടത്. ഈ ഭീകരതയെ നമ്മൾ ശക്തമായി എതിർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ അവർ വളർന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീൻ 8 ഗ്രൂപ്പായി മാറി നിൽക്കുമ്പോഴും അവർക്കല്പമെങ്കിലും ആധിപത്യമുണ്ടാകുന്ന സ്ഥലത്തെല്ലാം അക്രമത്തെ അവർ അഴിച്ചു വിട്ടിട്ടേയുള്ളൂ. കേരളത്തിൽ അവർ തുലോ പരിമിതമാണ്, അതുകൊണ്ട് വല്ലാതെ അവരുടെ രൗദ്രത വിളിപ്പോവില്ല. എന്നാൽ വഴിക്കടവ് ചുരത്തിലെ മക്ബറ പാതിരാ സന്ദർഭത്തിൽ പൊളിച്ചു നീക്കിയവരാണ് ഈ സലഫിയുടെ ആളുകൾ എന്ന കാര്യം നിഷേധിക്കരുത്. കേരളത്തിലെ പ്രഗത്ഭനായൊരു സലഫി നേതാവാണ് ഷാർജയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചത്, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കയ്യിലെങ്ങാനും സൗദി ഭരണം വരുന്ന ആ നിമിഷം റൗല ഷെരീഫ് ഞങ്ങൾ പൊളിച്ചു മാറ്റുമെന്ന്, ഞങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ഞങ്ങൾ റൗല ഷെരീഫ് പൊളിച്ചു മാറ്റുമെന്ന്. ഇത്ര വിധത്തിൽ ആസാറുകളെ തകർക്കുകയും ഷിആറുകളെ നിഷേധിക്കുകയും ആത്മീയതയെ പുറങ്കാലുകൊണ്ട് തട്ടുകയും ചെയ്യുന്ന വഹാബി പ്രസ്ഥാനത്തെ നമ്മൾ ഫാഷിസത്തെ എതിർക്കുന്ന അതേ അളത്തത്തിലും തൂക്കത്തിലും എതിർത്തേ മതിയാവും എന്ന് വിചാരിച്ച് മുസ്ലിം സമുദായത്തിന് വിഷയങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരോടൊക്കെ സഖ്യം കൂടണം, ആരുമായിക്കൊണ്ടൊക്കെ സൗഹൃദമാകണം എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് നിഷേധാത്മകമായ സമീപനമില്ല. ഇപ്പോൾ വഹാബിയത്തിനെ ഞങ്ങൾ എതിർക്കാൻ വേണ്ടി SYS ക്യാമ്പയിൻ നടത്തിയപ്പോൾ നമുക്കെതിരെ സോഷ്യൽ മീഡിയകളിലെല്ലാം നിരന്തരമായിരിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തി വന്നത്, ഫാസിസം ഈ രൂപത്തിൽ നമുക്കെതിരെ വരുമ്പോൾ, പൗരത്വ നിഷേധം ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ നിങ്ങളിപ്പോൾ വഹാബിയത്ത് പറയണോ, അവരെയും കൂട്ടുപിടിച്ചല്ലേ നടത്തേണ്ടത്, അവരെയും ചേർന്നല്ല നടത്തേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിയാണ്, സമസ്തകല ജമിയത്തുലമയെ ആരും മുസ്ലിം ഐക്യം പഠിപ്പിക്കണ്ട. കാരണം കൂടെ നിൽക്കുന്നവർ കൂടുവിട്ടു പോയാലും സമുദായത്തിൻ്റെ കൂട്ടായ്മ നിൽക്കണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ സമസ്തയിൽ ഞങ്ങളുണ്ടാവില്ല, മുജാഹിദും ജമാഅത്തുമായി കൊണ്ട് വേദി പങ്കിട്ടാൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുണ്ടോ ഇല്ലേ എന്നതല്ല, ശരീഅത്ത് സംരക്ഷിക്കാൻ ആരുമായി ചേരാം എന്ന പൊതു ഫോർമുല പൊതുവിഷയത്തിൽ ഉണ്ടാക്കി തന്ന മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് എവിടെയൊക്കെ ഐക്യം വേണം, ഏതൊക്കെ സൗഹൃദം വേണം എന്ന് സമസ്തക്ക് നന്നായി അറിയാം. അത് സമസ്ത എല്ലാ കാലഘട്ടത്തിലും അത് പ്രകടിപ്പിക്കുന്നുണ്ട്.
പക്ഷേ ഇത് വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം ഞങ്ങളുടെ പോളിസി ഞാനും എൻ്റെ കെട്ടിയോലും ഒരു തട്ടാനും, അതിലപ്പുറത്തേക്ക് അവരില്ല. നമ്മൾ കൊടുവള്ളിയാണ് നിൽക്കുന്നത്. ഈ കൊടുവള്ളി പ്രധാനപ്പെട്ട സംഭവം നടന്ന സ്ഥലമാണല്ലോ. കിഴക്കോത്ത് വെച്ചുകൊണ്ട് ഒരു മുജാഹിദിൻ്റെ നേതാവ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു മാന്യമായ കാര്യമാണ് പറഞ്ഞ് നമുക്ക് എതിർപ്പില്ല. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ക്ലാസ്സിൽ കേൾക്കാൻ വരുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ ശരീരത്തിൻ്റെ ബ്ലൗസ് കൗത്തി ഇറക്കി തുന്നുന്നത് കൊണ്ട്, അത് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് കഴുത്തിൻ്റെ നെഞ്ഞിൻ്റെ ഭാഗം കുറച്ച് പുറത്ത് കാണുന്നു. അദ്ദേഹം തമാശക്ക് പറഞ്ഞു, അത് ബത്തക്ക ചീന്ത് വെച്ച പോലെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശരീരം ഫുള്ള് മറക്കണം എന്ന് പറഞ്ഞു. അത് മാന്യമായ വർത്താനാണ്. പക്ഷേ അങ്ങനെ ബത്തക്ക ചീന്തിനോട് ഉപമിച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ SFI ഇളകി മറിഞ്ഞു, കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ ആലിളകി, കേരളത്തിൽ യുക്തിവാദികൾ കാടിളക്കി, കേരളത്തിൽ സംഘപരിവാർ ഈ പണ്ഡിതനെതിരെ തിരിഞ്ഞു. അവരൊക്കെ പറഞ്ഞു, ചിലർ എറണാകുളത്ത് ഫ്ലാഷ് മോബ്, ചിലർ ചെയ്തതെന്താ, കാമ്പൊഴിഞ്ഞ ബത്തക്ക തോട് നെഞ്ഞത്ത് കെട്ടി പ്രകടനം, ബാക്കിയൊന്നുമില്ല, ബത്തക്ക മാത്രം. അങ്ങനെ പ്രകടനം നടത്തി. ഇങ്ങനെ ബത്തക്ക സമരം നടത്തി. പേരെല്ലാം ബത്തക്ക എന്ന് പേരിട്ടു. ഈ പണ്ഡിതന് നേരെ പോലീസ്, കൊടുവള്ളി പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു. ആ സന്ദർഭത്തിൽ അത് പാടില്ലെന്നും അദ്ദേഹം പറയാനുള്ള സ്വാതന്ത്ര്യമാണ്, നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഈ കൊടുവള്ളി ടൗണിൽ പ്രകടനം നടത്തി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പോലീസിനെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ്. അതിൻ്റെ പേരിൽ എനിക്കും ബാബാജി ഇറാനിക്കും ബഷീറാജിക്കൊക്കെ കേസ് നിലനിന്നതാണ്. കുറച്ച് ദിവസം മുമ്പ് ബഷീറാജിനെ ഫൈൻ അടിച്ചിറങ്ങിയെന്നാക്കി തോന്നുന്നത്. ഞങ്ങളാരെ ബൈക്ക് പോയിട്ടില്ല. അങ്ങനെ വിളിക്കും, അത് വിളിച്ചോണ്ട് ബഷീറാജി കൈകാര്യം ചെയ്യും. SI ആയിട്ട് നല്ലൊരു ബന്ധം മൂപ്പർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി. പക്ഷേ ബഷീറാജിനെ കുറേ ഞെട്ടിച്ചു. എന്തിൻ്റെ പേരില? ആ പണ്ഡിതനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ. ഞങ്ങളെന്താ പണ്ഡിതൻ്റെ ആശയത്തെ ഞങ്ങൾ പിന്തുണച്ചില്ല. ഞങ്ങൾ പിന്തുണച്ച ഒറ്റ കാര്യം ഇതേയുള്ളൂ, അദ്ദേഹം പറയേണ്ടത് ക്ലാസ് റൂമിലായാലും സ്റ്റഡി ക്ലാസ്സിലായാലും ബോധവൽക്കരണ ക്ലാസ്സിലായാലും വയലിലായാലും പണ്ഡിതന്മാർ പറയണ്ടേ. അത് പറയുമ്പോഴേക്കും അതിനെതിരെ തിരിഞ്ഞത് മുജാഹിദിനെതിരെ തിരിഞ്ഞതല്ല, മറിച്ച് അത് മുസ്ലിമിനെതിരെ, മുസ്ലിം പ്രഭാഷകനെതിരെ തിരിഞ്ഞതാണ്. അതുകൊണ്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആശയത്തെ അല്ല നോക്കിയത്, പറയുന്നവൻ്റെ വിഷയം എന്താണെന്ന് നോക്കി ഞങ്ങൾ കൂടെ നിന്നു. സോഷ്യൽ മീഡിയയിൽ മുക്തകണ്ഠം പ്രശംസ SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പ്രസംഗത്തിനിടയിൽ, പരിപാടിക്കിടയിൽ സ്റ്റേജിലേക്ക് പ്രായമായൊരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, സമസ്തയുടെ വേദിയിൽ വലിയ പെൺകുട്ടികളെ കയറ്റരുത് എന്ന് സമസ്തൻ്റെ നിലപാട് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. അത് മൈക്കിൽ കേട്ടുപോയി. അദ്ദേഹം തൻ്റെ മക്കളോടാ പറഞ്ഞത്, തൻ്റെ നാട്ടുകാരോടാ പറഞ്ഞത്. അതൊരു പണ്ഡിതൻ പറഞ്ഞതാണ്, അത് സമസ്തൻ്റെ പോളിസിയാണ്. ഈ പറഞ്ഞപ്പോഴേക്കും ആളുകൾ ഇറങ്ങിത്തിരിച്ചു. സ്ത്രീത്വ വിരുദ്ധമാണ്, ഫെമിനിസ്റ്റുകൾക്ക് പിരാന്തെടുത്തു. ഇവിടെ എല്ലാ അണ്ടൻ അടകോടാദികളും കല്ല് കരട് കാഞ്ഞിര കുറ്റി മുള്ളു മുരട് മുറുക്കൻ പാമ്പും MT ഉസ്താദിനെതിരെ തിരിഞ്ഞു. സമസ്ത അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞു. സമസ്ത ചെറുത്തു. പക്ഷേ ആ ഇസ്ലാമിക വിരുദ്ധ ലോബിയുടെ കൂടെ നിൽക്കുകയായിരുന്നു കേരളത്തിലെ വഹാബി നേതാക്കന്മാർ. അവരും പ്രസ്താവന, സമസ്ത നിലപാട് വ്യക്തമാക്കണം. എന്ത് നിലപാട്? സമസ്തക്ക് നേരെ പ്രസ്താവന ഫെമിനിസ്റ്റുകൾ ഇറക്കിയപ്പോൾ, ഇവിടുത്തെ സംഘപരിവാർ ഇറക്കിയപ്പോൾ, ഇവിടുത്തെ മുസ്ലിം വിരുദ്ധരിറക്കിയപ്പോൾ, ആ വിരുദ്ധരുടെ കൂടെ നിൽക്കാനാണ് കേരളത്തിലെ വഹാബികളും ജമാഅത്തുകാരും തയ്യാറായത്. അപ്പോൾ നിങ്ങളെ നോക്കിയിട്ടല്ല സമസ്ത ഐക്യം പ്രഖ്യാപിക്കൽ, സമസ്തകളുടെ നിലപാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ, സമസ്തക്ക് നേരെ, SYSന് നേരെ ഐക്യം എന്നും പറഞ്ഞ് ഫാസിസം പണം നിവർത്തുന്നു, നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വരണ്ട. ഞങ്ങൾ ഐക്യം പറയേണ്ട സമയത്ത് പറയും, ഐക്യം പറയേണ്ട സന്ദർഭത്തിൽ അത് നിർമ്മിക്കും, ഐക്യത്തിൻ്റെ ധാരയെ മുറുകെ പിടിക്കും, വഹാബിയത്തിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കുകയും ചെയ്യും. അതിൽ വിട്ടുവീഴ്ച ഒരിക്കലുമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിരുദ്ധതയുമായി കൊണ്ട് കടന്നു വരുന്നവരുടെ മുമ്പിൽ സമസ്തകല ജമിയത്തുൽ ഉലമ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ചില ആളുകൾക്ക് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ 6-ാം വയസ്സിൽ ആയിഷ ബീബിയെ കല്യാണം കഴിച്ചു എന്നതാണ് വലിയ പരാതി. ഈ പരാതി പറയുമ്പോൾ ആർക്കും എന്തും പറയാവുന്നൊരവസ്ഥയിലേക്ക് കൊടുത്തതാരാ? റസൂലുള്ളാഹിന്റെ വ്യക്തിജീവിതത്തെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി രംഗത്ത് വന്ന ചില ആളുകളാണ്. സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞവരാരാ? അവിടുത്തെ മുഹമ്മദ് നബി അത്ര വലിയ ആളൊന്നുമില്ല. മുഹമ്മദ് നബി ഞങ്ങളെപ്പോലുള്ള ഒരാളാണ്.
ഇത് പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞ ആ വാദം മുസ്ലിം സമുദായത്തിനിടയിൽ പറഞ്ഞതാരാ? ഈ ജമായത്തും ഈ വഹാബിയും. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും വിമർശിക്കാമെന്ന് പറയുന്നതിലേക്ക് പോയതെങ്കിൽ ഈ വിമർശനത്തെ നുബൂർ ശർമ്മ പറയുന്നതിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പാപഭാരം ഇവിടുത്തെ മുജാഹിദും ജമാഅത്തും ഏറ്റെടുത്തിട്ട് മതി നുബൂർ ശർമ്മയിലേക്ക് പോകൽ. നുബൂർ ശർമ്മക്ക് മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ വ്യക്തിഹത്യ നടത്തിയാൽ വിമർശിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളല്ലാത്തവർ പ്രവാചകനെ വിമർശിക്കാൻ പാടില്ല എന്ന വാദമൊന്നും നമ്മൾക്കില്ല. മുസ്ലിങ്ങൾക്ക് വിമർശിക്കാൻ പാടില്ല. പക്ഷെ മുസ്ലിങ്ങളല്ലാത്തവരൊന്നും നബിൻ്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നോ പ്രവാചകൻ്റെ വ്യക്തിജീവിതം ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നോ വാശി മുസ്ലിങ്ങൾക്കില്ല. അത് പോസ്റ്റ്മോർട്ടം നടത്തട്ടെ, അത് ഓഡിറ്റ് നടത്തട്ടെ. വിമർശനത്തെ ആ രീതിയിൽ മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ മുസ്ലിങ്ങളുണ്ടാവും. പക്ഷെ നുബൂർ ശർമ്മ നടത്തിയൊരു വിമർശനമല്ല, അധിക്ഷേപമാണ്. വിമർശനം നടത്തിയിരുന്നു മുമ്പ് ഇവിടെ ജോസഫ് ഇടമുറുകും, പിന്നെ സനൽ ഇടമുറുകും. അവർ യുക്തിവാദികളാണ്. പവനൻ ഇസ്ലാമിൻ്റെ വിമർശനം നടത്തിയിരുന്നു. അത് വിമർശന പഠനമാണ്. വിമർശനത്തെ ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല. ഇടമുറുകിൻ്റെ പുസ്തകം നിരോധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിൽ മുഴുവനും എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചതല്ലേ? പറഞ്ഞത് ഖുർആൻ വിമർശന പഠനമാണെങ്കിൽ പറഞ്ഞത് മുഴുവനും ഭൂരിഭാഗം 90% തിരുനബിയെ വിമർശിച്ചതല്ലേ? അത് എഴുതിയതാരാ? ജോസഫ് ഇടമുറക്. എന്നിട്ട് ആ പുസ്തകം നിരോധിക്കണമെന്ന് നമ്മളാരോ പറഞ്ഞോ? ഇല്ല. പക്ഷെ പ്രവാചകന്റെ പേര് പോലും പറയാൻ മാന്യത കാണിക്കാതെ മഹൗന്ദ് എന്ന പേരിട്ടുകൊണ്ട് ദി സാത്തനിക് വേഴ്സസ് പിശാചിന്റെ വചനങ്ങൾ എന്ന പേരിൽ പ്രവാചകനെ അധിക്ഷേപിച്ചും പരിഹസിച്ചും കൊണ്ട് പുസ്തകം എഴുതിയ സോളമൻ റഷ്ദിയെക്കെതിരെ നമ്മൾ നിരോധിക്കണമെന്ന് പറഞ്ഞു. ബനാത്തുവാല പാർലമെന്റിൽ ബനാത്തുവാല ശക്തമായി പാർലമെന്റിൽ പറഞ്ഞു പുസ്തകം പാടില്ല. രാജീവ് ഗാന്ധി പറഞ്ഞു 24 മണിക്കൂറിനകം ഇന്ത്യയിൽ എവിടെയൊക്കെ ആ കോപ്പി ഉണ്ടോ അത് പട്ടാളം കണ്ടെത്തി ചുട്ടുകളയണം. നിലപാടാണത്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ആ പുസ്തകത്തെ അംഗീകരിച്ചില്ല? സൽമാൻ റഷ്ദി 10 പുസ്തകം ഇറക്കിയാലൊന്നും ഇസ്ലാമിൽ ഒരു ചുക്കും വരില്ല, അത് വേറെ വിഷയം. പക്ഷെ പരിഹാസത്തെയും അധിക്ഷേപത്തെയും വകവെച്ചു തരാൻ അതിന് മനസ്സില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇടമുറുക് എടുത്തിട്ടുണ്ട്. ഞങ്ങളത് വകവെച്ച് കൊടുത്തിട്ടുണ്ട്, മറുപടിയും കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. നുബൂർ ശർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചതല്ല, അധിക്ഷേപിച്ചതാണ്. അപ്പോൾ നുബൂർ ശർമ്മൻ്റെ ഈ പേര്, നുബൂർ ശർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ജാമിദ ജബ്ബാറാദി നവനാസ്തികവാദി എക്സ് മുസ്ലിംസ് അടക്കമുള്ള എല്ലാ ടീമും ഒരുമിച്ച് എന്നുകൊണ്ട് പറയുന്നത് എന്താ? 6-ാം വയസ്സിൽ ആയിഷയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിരോധിക്കേണ്ടത് നുബൂർ ശർമ്മയുടെ ഇൻ്റർവ്യൂവിനെയും അവളുടെ നിലപാടിനെയുമല്ല. ആദ്യം നിങ്ങൾ വിമർശിക്കേണ്ടത് സൊഹീൽ ബുഖാരിയാണ്. നിങ്ങൾ ജയിലടക്കാൻ പറയേണ്ടത് ഇമാം ബുഖാരി, നുബൂർ ശർമ്മ അല്ല. കാരണം സൊഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരിയുടെ ഹദീസാണ് 6-ാം വയസ്സിൽ ആയിഷ ബിബിയെ 53-ാം വയസ്സിൽ മുഹമ്മദ് നബി കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു കാര്യം പറയുന്നതിന് ആർക്കും എതിർപ്പുണ്ടോ? നമ്മൾ അഭിമാനത്തോടെ പറയും 53-ാം വയസ്സിൽ 6 വയസ്സുള്ള ആയിഷ ബിബിയെ കല്യാണം കഴിച്ചു. അത് ചരിത്രമാണ്. ഈ ചരിത്രം പറഞ്ഞതിന് ആര് പറഞ്ഞാൽ നുബൂർ ശർമ്മ പറഞ്ഞാൽ നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം. കാരണം എന്താ? അറിയാത്തവരെ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. ഇൽമ ആര് പറഞ്ഞെന്നാലും ബഹുമാനിക്കണം. നുബൂർ ശർമ്മ ഒരു ഇൽമ പറഞ്ഞെന്നു കുഴപ്പമില്ല. പക്ഷെ നുബൂർ ശർമ്മ ഇൽമ പറഞ്ഞതല്ല, നുബൂർ ശർമ്മ ആക്ഷേപിച്ചതാണ്. മുഹമ്മദ് നബി ബാലിക കുട്ടിയെ പീഡിപ്പിച്ചു. മുഹമ്മദ് നബി കാമാസക്തിയുള്ളവനാണ്. മുഹമ്മദ് നബി സ്ത്രീലമ്പടനാണ്. മുഹമ്മദ് നബി 6 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് എന്ന് നുബൂർ ശർമ്മ പറഞ്ഞാൽ അത് വിമർശനമല്ല, അത് അധിക്ഷേപമാണ്. ഒന്നാമതായി നമ്മൾ ഇതിനെ വിമർശനം നടത്തുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ 6-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു എന്നതൊരു പുത്തരിയുള്ള കാര്യമല്ല. ഈ വിവാഹാലോചന, ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കും, ഈ വിവാഹാലോചന ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടങ്ങളല്ല. നുബൂർ ശർമ്മ പറഞ്ഞതിൽ തെറ്റുണ്ട്. ജാമിദ വിമർശിച്ചു കൊണ്ടിരിക്കുന്നതിൽ തെറ്റുണ്ട്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇന്ന് കാളമൂത്രം ഒഴിക്കുന്ന പോലെ ഇസ്ലാമിനെതിരെ പറയുന്നതിൽ തെറ്റുണ്ട്. മുഹമ്മദ് നബി ആയിഷയെ വളർന്നു വരുമ്പോൾ, ആയിഷ യുവതിയാകുമ്പോൾ മുഹമ്മദ് നബി വയസ്സനാവും. ആ സന്ദർഭത്തിൽ നന്നായി ജീവിക്കാം, സുഖിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ന് പറയുന്നത് ചരിത്രപരമായി വിഡ്ഢിത്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല ആയിഷ ബീബിയെ ആദ്യം കല്യാണാലോചന നടത്തിയത്. ഖൗല റളിയല്ലാഹു അൻഹയാണ്. ഖൗല ആരാണ്? ഖൗല ബീബി പരിഷ്കർത്താവാണ്. ഖൗല ബീബി
ഒരു ജനതയുടെ ആവശ്യത്തെ അള്ളാഹുവിനോട് പറഞ്ഞ് നബിത്തങ്ങളോട് തർക്കിച്ച് നേടിയെടുത്ത പ്രഗത്ഭ പക്വമതിയായ തറവാട്ടുകാരിയായ കുലീനയായ ഒരു സ്ത്രീയാണ്. ഹൗല ബിബി റളിയല്ലാഹു അൻഹയെ പ്രിയപ്പെട്ട മഹദിയുടെ ഭർത്താവ് ഒരു പ്രയോഗം നടത്തി, നീ എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്. അങ്ങനെ പറഞ്ഞാൽ അന്ന് അറേബ്യ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ലിഹാറാണ്. ലിഹാർ നടത്തിയാൽ വിവാഹമോചനമായി, തൊലാക്കായില്ല, വേർപെട്ടിട്ടില്ല. വേർപെട്ടാൽ വേറെ വിവാഹം കഴിക്കാം. വേറെ വിവാഹത്തെ കഴിക്കാനും പറ്റൂല, ഈ വിവാഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റൂല. അങ്ങനെ ഊരാക്കുടുക്കിലാകും. പണ്ട് സതി സമ്പ്രദായം നമ്മുടെ രാജ്യത്തുണ്ടായത് അതിൻ്റെ പേരിലാണ്. ഭർത്താവ് മരിച്ചാൽ പിന്നെ വേറെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റൂല. അതുകൊണ്ട് പെൺകുട്ടി കുടുങ്ങിയതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തി. അതാണ് രാജ്യത്തുടലെടുത്ത ദേവത സതി സമ്പ്രദായം. ഈ സതി സമ്പ്രദായത്തെ എതിർത്തത് അന്ന് രാജാറാം മോഹൻ റയ്യാണ്. എന്നാൽ അറേബ്യൻ സംസ്കാരത്തിൽ ഉടലെടുത്തിരുന്ന രൂപപ്പെട്ടു വരുന്ന പരമ്പരാഗതമായിരിക്കുന്ന ഒരു ദുരാചാരമാണ് ലിഹാർ. നീ എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, തൊലാക്കായിട്ടില്ല, മോചിച്ചിട്ട് പോയിട്ടുള്ള യുവരാ കുടുക്ക് വന്ന സന്ദർഭത്തിൽ ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഹൗല റളിയല്ലാഹു അൻഹയും ഭർത്താവും മുഅ്മിനായ ശേഷം ഈ പ്രയോഗം നടത്തി. അന്നും ലിഹാർ നിലനിൽക്കുന്ന കാലമാണ്, അന്ന് എതിർത്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചത് കൊണ്ട് രാവിലെ മൂപ്പര് തെറ്റിപ്പോയതാണ് ഭർത്താവ്. വൈകുന്നേരമാകുമ്പോൾ ഹൗലൻ്റെ അടുത്തേക്ക് വന്നു. ഹൗലയുമായി ശാരീരിക ബന്ധം പുലർത്താൻ വേണ്ടി ശ്രമിച്ചു. ഹൗല ബിബി പറഞ്ഞു, നിങ്ങൾ ലിഹാറ നടത്തിയതാണ്, എന്നെ തൊട്ടു പോകരുത്, കാരണം ഞാനും നിങ്ങളുമായുള്ള വിവാഹബന്ധം വേർപെട്ടിട്ടുണ്ട്. രണ്ടാളും കരഞ്ഞു. പരിഹാര മാർഗം എന്താ? നേരെ ഹൗല റളിയല്ലാഹു അൻഹ ധൃതിപ്പെട്ടുകൊണ്ട് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് പോയി. ഹദീസിൽ പറയുന്നു, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുന്നത് ധൃതിപ്പെട്ട് പോയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന അടുക്കളയിൽ ധരിച്ചിരുന്ന വസ്ത്രം മാറാൻ പോലും ഹൗലക്ക് നേരം കിട്ടിയില്ല. പിന്നെ വഴിമധ്യയാണ് മനസ്സിലാക്കിയത്, ഞാൻ പൊരേ നെട്ട കുപ്പായത്തോടു കൂടിയാണല്ലോ വന്നത്, അതുകൊണ്ട് ഡ്രസ്സൊന്ന് മാറണമെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത വീട്ടിൽ പോകുന്ന വഴിയിൽ ഒരു ചങ്ങാതിച്ചിയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കയറി വേറെ വസ്ത്രം അവരോട് വായ്പ വാങ്ങിയിട്ടാണ് റസൂലുള്ളാഹിനെ കാണാൻ പോയത്. നബി തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്നെ ഭർത്താവ് ഇങ്ങനെ ലിഹാറ നടത്തി, അത് വല്ലാത്തൊരു വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ നിയമത്തിൽ പരിഹാരം അങ്ങ് പറയണം എന്ന് ഹൗല പറഞ്ഞു. റസൂല കേട്ടു പറഞ്ഞു, അത് നേരത്തെ നടക്കുന്ന സമ്പ്രദായമാണ്, മാറ്റാൻ പറ്റില്ല. നബിയെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ ബുദ്ധിമുട്ടാവൂലേ? എത്ര പെണ്ണുങ്ങളുടെ കണ്ണീരാ റസൂലേ ഉണ്ടാവുക? അതുകൊണ്ട് അങ്ങ് വനിതാ വിമോചകനല്ലേ? അങ്ങ് കുടിച്ചുമുടപ്പെടാൻ പോയ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളല്ലേ? അതുകൊണ്ട് ഹബീബ നബിയെ, പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഈ ദുരാചാരത്തെ അങ്ങ് എതിർക്കണം, അങ്ങ് ഇതിനെതിരെ ശബ്ദിക്കണം എന്ന് പറഞ്ഞപ്പോഴും റസൂല പറഞ്ഞു, നടക്കൂല ഹൗല എന്ന് പറഞ്ഞു. അപ്പം തർക്കിച്ചു. ഹൗല ബീവി റസൂലുള്ളാഹിനോട് തർക്കിച്ചു. തർക്കിക്കുന്നത് കണ്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ കേട്ട് പറഞ്ഞു, ഹൗല, തങ്ങൾ കാര്യം പറഞ്ഞത് കേട്ടില്ലേ? ഇനിയും നബിയോട് തർക്കിക്കുക? നിയമം അങ്ങനാണ്. അതിന് അല്ല അതിനെതിരെ പറയാത്ത കാലത്തോളം നബിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ നബീനെ ബുദ്ധിമുട്ടിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഹൗല പൊട്ടിക്കറിഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞു, നബി, ഞാൻ നബിയോട് പറഞ്ഞു നോക്കി, നബിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാവുകയാണ് റബ്ബേ. അതുകൊണ്ട് എൻ്റെ വിവാഹത്തിൻ്റെ വിഷയം മാത്രമല്ല, എൻ്റെ മക്കൾക്ക് വാപ്പല്ലാതാകുന്നു, ഉമ്മയല്ലാതാകുന്നു എന്ന വിഷയം മാത്രമല്ല, എല്ലാവർക്കും പ്രശ്നമാണല്ലാ. അതുകൊണ്ട് ഈ ദുരാചാരം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എടുക്കപ്പെടാൻ അള്ളാഹ് ഇസ്ലാമിൻ്റെ ഒരു നവോത്ഥാന തീരുമാനമുണ്ടാവണേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ മുജാദല എന്ന് പറയുന്ന സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഖദ് സമയല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് 3 ഇറങ്ങിയത് അപ്പടാ. പെണ്ണിൻ്റെ വർത്താനം അല്ല കേട്ടു. തർക്കിച്ച പെണ്ണ്, മുജാദല, തർക്കിച്ച പെണ്ണ്, അവരുടെ വാക്ക് അല്ല കേട്ടു നബിയേ. അതുകൊണ്ട് ഇൽഹാർ എന്ന് പറയുന്ന ദുരാചാരം എടുക്കപ്പെട്ടിരിക്കുന്നു, അതിനില്ല. അങ്ങനെ പറഞ്ഞാൽ വിവാഹമോചനം നടക്കില്ല. ഈ ഒരൊറ്റ വർത്തമാനത്തിൻ്റെ കാരണം, ഈ അള്ളാഹിൻ്റെ ഈ തീരുമാനത്തിൻ്റെ കാരണം ആരാ? ഹൗലയാണ്. ആ ഹൗല ബീവി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ നടക്കാനിറങ്ങിയ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹൗല മഹാനായ അമീറുൽ മുഅ്മിനീൻ തങ്ങളോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളിപ്പോൾ അമീറുൽ മുഅ്മിനീനാ, ഇതിനു മുമ്പ് നിങ്ങൾ ഉമറാണ്, അതിന് മുമ്പ് നിങ്ങൾ ഉമൈറാണ്, ഉക്കാല ചന്തയിലെ ഗുസ്തി വീരനാണ്. അതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയതാ, ഓർമ്മ വേണം. ഇതൊക്കെ നിങ്ങൾ വളർന്നു ഇന്ന് ഈ നാടിൻ്റെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് നീതിയോടെ, നിഷ്ഠയോടെ, തഖ്വയോടെ രാജ്യം ഭരിക്കണം. ഉപദേശമാണ്. അത് കേട്ടപ്പോൾ കേട്ട് നിന്നിരുന്ന ആളുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനോടാണോ ഈ പറയുന്നത്? ഹൗലാണെന്ന് അറിയില്ല. നിങ്ങൾ ആരോടാ ഈ പറയുന്നത്? അമീറുൽ മുഅ്മിനീനോടാണോ?
നന്നായി ഭരിക്കണമെന്ന് പറയുന്നത്? ആ സ്ത്രീയോട് കയർത്തപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഏയ് പറയരുത്, അത് ഹൗലയാണ്. റസൂലുള്ളാഹിനോട് തർക്കിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള പെണ്ണാണ്. ഈ പെണ്ണിൻ്റെ കാരണത്തിലാണ് അള്ളാഹ് തീരുമാനം മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ എന്നെ അവിടെ തടഞ്ഞു നിർത്തി എനിക്ക് ഉപദേശം തന്നാലും എല്ലാം ഞാൻ കേട്ടിരുന്ന് അനുസരിക്കാൻ ഞാൻ നിർബന്ധിതനാണ് എന്ന് ഉമറുൽ ഫാറൂഖ് എന്ന മഹാനായ ഭരണാധികാരി പോലും, കിസ്ര കൈസറിനെ കിടുകിട വിറപ്പിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പക്വതയും യോഗ്യയും തൻ്റെടിയുമാണ് പ്രിയപ്പെട്ട ഹൗല. ആ ഹൗല ബീവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി തങ്ങളുടെ ഹലറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത്, നബി ഖദീജ മരിച്ചതിൻ്റെ വിഷമത്തിൽ അങ്ങ് കഴിയുകയാണ്, അതുകൊണ്ട് ഞാൻ 2 പ്രപ്പോസലുമായിട്ടാണ് വന്നത്, അങ്ങ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഹൗല പറയും, ആരാ? 2 ആളാരാ? ഒന്നൊരു വിധവയാണ്, മറ്റൊന്നൊരു ബിക്റാണ്. ഒന്ന് കന്യകയാണ്, മറ്റൊന്ന് സയ്യിബാണ്. അതുകൊണ്ട് ആരാ നീ പറയുന്ന വിധവ? 66 വയസ്സുള്ള സൗദയാണ്. ആരാ നീ പറയുന്ന ബിക്ർ? പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷയാണ്. എങ്കിൽ ആദ്യത്തേതാവാം, കാരണം എനിക്ക് 25 വയസ്സ് റസൂല കെട്ടി, 40-ാം വയസ്സിൽ ഖദീജയെ, പിന്നെ 25 വയസ്സ് വരെ മറ്റൊരാളുമില്ലാതെ കഴിഞ്ഞുകൂടിയ ഖദീജ വഫാത്തായെങ്കിൽ അതിനേക്കാൾ 1 വയസ്സ് കൂടിയിട്ടുള്ള സൗദയാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു സൗദ ബിബിയെ കെട്ടി. പിന്നെ ഹൗല ബിബി പറഞ്ഞു, നബി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ആയിഷ ബിബി എന്ന് പരിഗണിച്ചുകൂടെ? നീ ആലോചിച്ചോ, അള്ളാൻ്റെ ഓർഡർ വരട്ടെ. അള്ളാൻ്റെ ഓർഡർ വന്നു, ആവാം. നേരെ ഹൗല റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഭാര്യയെ കേൾക്കെ പറഞ്ഞു, അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു നിയമത്ത് വരാൻ പോകുന്നു. എന്താണത്? നിങ്ങളുടെ മകൾ ആയിഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചാൽ താല്പര്യം ഞാൻ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ചോളാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഭിപ്രായം കൂടി കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൗല, നബിൻ്റെ കൂട്ടുകാരനല്ല ഞാൻ, നബിൻ്റെ അഹാ ഞാൻ. അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ട്, അഹിൻ്റെ മോളെ അങ്ങനെ കെട്ടാൻ പറ്റൂലല്ലോ, അത് ഞാനൊന്ന് തീർത്തു തരാം. റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഹ് എന്ന് പറയുന്നത് പരമ്പരാഗതമായ കുടുംബപരമായിരിക്കുന്ന അഹല്ല, സഹവർത്തിത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെതാണ്. അതുകൊണ്ട് വിവാഹബന്ധം അതിന് തടസ്സമാവില്ല. ഒരു ഉമ്മാൻ്റെയും ഒരു ഉപ്പാൻ്റെയും അല്ലെങ്കിൽ രണ്ടിൻ്റെയും മക്കളാകുന്ന അഹ് മാത്രമേ കുടുംബബന്ധം ചേർക്കാൻ വിവാഹബന്ധം പാടില്ലാത്തതുള്ളൂ. ഇത് സഹവർത്തിത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അഹാണ്, കൂട്ടുകാർ സഹോദരനാണ്. അതുകൊണ്ട് അത്ര നിയമം ഇസ്ലാമിലില്ല, കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ വീണ്ടും തടസ്സമുണ്ടല്ലോ ഹൗല, എൻ്റെ മകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് റസൂലുള്ള കെട്ടുകയാണെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ആയിഷയെ 4-5 മാസം മുമ്പ് മറ്റൊരാൾക്ക് വിവാഹം പറഞ്ഞു വെച്ചുപോയി. അതാരാ? അത് മുശ്രിക്കായ ഒരാളാണ്, അത് ജുബൈർ ബിൻ മുത്ഇം ബിൻ അദിയാണ്. അതുകൊണ്ട് അയാളുമായുള്ള വിവാഹബന്ധം ആലോചിച്ചു വെച്ചതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി അവിടെ നിലപാടറിയണം. നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ഇമിൻ്റെ വീട്ടിൽ ചെന്നു. മുത്ഇം തൻ്റെ ഭാര്യയുടെ മടയിൽ തലവെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 2 ആൾ കേൾക്കെ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മകൻ ജുബൈറും എൻ്റെ മകൾ ആയിഷയും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ നിലപാടെന്താണ്? അവർ 2 ആളും എന്തോ സ്വകാര്യം പറഞ്ഞ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് 2 ആളും ഒന്നിച്ചൊരു കാര്യം പറഞ്ഞു, അബൂബക്കർ ശരിയാൻ, നിങ്ങളുടെ മകൾ ആയിഷ നല്ല പെണ്ണാണ്, എൻ്റെ മകൻ മുത്തീമുമായി എൻ്റെ മകൻ ജുബൈറുമായി കല്യാണം പറഞ്ഞിരുന്നു, ശരിയാണ്, പക്ഷേ ഇനി ഞങ്ങൾക്ക് വേണ്ട. കാരണം ആയിഷ തറവാട്ടുകാരിയാണ്, ആയിഷ പക്വമതിയാണ്, ആയിഷ സുന്ദരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ആയിഷ സബഹ് മതത്തിൽ ചേർന്നു, മുഹമ്മദിൻ്റെ കൂടെ. നിങ്ങളുടെ മകളല്ലേ, അതുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ ചേർന്നവരോട് ഇനി ഞങ്ങൾക്ക് വിവാഹബന്ധം വേണ്ട. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചാണോ പറയുന്നത്? അത് ആലോചിച്ചാണ്. എന്നാൽ ഞാൻ വേറെ ആർക്കും എൻ്റെ മോളെ കെട്ടി കൊടുക്കുന്നത് നിങ്ങൾക്കത് പരാതിയുണ്ടോ? ആർക്കും പരാതിയില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അത് കേട്ടു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൗലയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഹൗല, റസൂലുള്ളാഹി മുന്നോട്ട് വെച്ച കാര്യം, നീ മുന്നോട്ട് വെച്ച കാര്യം, ആ പ്രപ്പോസൽ നടത്താം. സന്തോഷത്തോടെ കല്യാണം നടന്നു. എന്താ ഈ ഹദീസ് നൽകുന്ന പാഠം? നീണ്ട ഹദീസല്ലേ. എന്താ നൽകുന്ന പാഠം? 1, വിവാഹബന്ധ ആ കാലഘട്ടത്തിൽ 6 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, റസൂലുള്ളാഹി നബി അത് കെട്ടിവെക്കേണ്ട, അന്ന് അറബികൾ തന്നെ നടത്തുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ മുന്നേ തന്നെ മുത്ഇമിൻ്റെ മകൻ ജുബൈറുമായി വിവാഹാലോചന 5.5 വയസ്സുള്ള കാലഘട്ടത്തിൽ നടന്നത്. അപ്പം അത് ആ നാട്ടു സമ്പ്രദായമാണ്, നടക്കാറുള്ളതാണ്. പിന്നെ 2, ഈ വിവാഹബന്ധം ആലോചിച്ചത് പക്വമതിയായ ഹൗലയാണ്. മുതലക്കണ്ണീരൊഴുക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികളെ പഠിപ്പിച്ചു.
പെൺകുട്ടികളെ പീഡിപ്പിച്ചാൽ പീഡനമേറ്റ പെൺകുട്ടിക്കാണ് ആദ്യം പരാതി വേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞോ, എന്നെ നബി തങ്ങൾ കല്യാണം കഴിച്ചത് ശരിയായില്ല. എല്ലാ ഭാര്യമാരെയും റസൂലുള്ള ഒരിക്കൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, പട്ടിണിയും പരിവട്ടവും പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുമാണ് എൻ്റെ കൂടെ, നിങ്ങൾക്ക് ആർക്കാരെ വേണമെങ്കിലും ഞാൻ തൊലാഖ് ചൊല്ലിത്തരാം, നിങ്ങളെന്ത് പറയുന്നു? ഇത് പറഞ്ഞപ്പോൾ ആദ്യം പ്രതികരിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാ. നബിയെ, എല്ലാവരും പോവുകയാണ് പോയിക്കോട്ടെ, എല്ലാവരും ഒഴിവാക്കുകയാണ് ഒഴിവാക്കിക്കോളി, ഇന്ന് ഒഴിവാക്കില്ലേ? നുബൂർ ശർമ്മ പറഞ്ഞതുപോലെയാണെങ്കിൽ ആയിഷ ബിബി അപ്പം പറയേണ്ടത് എന്താ? എന്നെ 6-ാം വയസ്സിൽ കെട്ടി, അത് വാപ്പയ്ക്ക് പറ്റിയൊരു വിവരക്കേടാ. 9-ാം വയസ്സിൽ മദീനയിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടി, അതും മോശമായിപ്പോയി. കുറേ കാലങ്ങൾ കൂടെ കൂടി, നിങ്ങളെ നബിയെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബൈക്ക് പോട്ടെ എന്ന് പറയണം. പീഡനമായി ആയിഷ ബിബിക്ക് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ജീവിതം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ. ഇല്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിക വൈവാഹിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ജീവിതമാണ്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബിബിയും റസൂലും തമ്മിൽ ഒരിക്കൽ തെറ്റി ഇവർ തമ്മിൽ ഇടക്കിടക്ക് പണങ്ങും. പണിയാ വേഗം നന്നാവും, അത് രസമാണ്. തെറ്റിയിട്ട് ഇണങ്ങുന്നത് നല്ലൊരു രസമാണ്, അത് മനഃശാസ്ത്രപരമായി നല്ലതാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ കാലഘട്ടത്തിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പെൺകുട്ടിനോട് കെട്ടിയോളോട് തെറ്റുന്നത് ഒരു രസമാണ്. ഇത് തെറ്റും റസൂലയും ആയിഷ ബിബിയും. ഒരിക്കൽ നന്നാവാൻ നബി തങ്ങൾ ശ്രമിച്ചിട്ടും ആയിഷ ബിബി തയ്യാറായില്ല. എപ്പോഴും റസൂലാണ് മുൻകൈ എടുക്കുക, ആയിഷ ബിബി തയ്യാറായില്ല. അങ്ങനെ നന്നാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തരം ഈത്തപ്പഴം സംഘടിപ്പിച്ചു. ആ പഴം പാത്രത്തിലാക്കി റസൂലുള്ള നേരെ ആയിഷ ബിബിയുടെ മുമ്പിലേക്ക് നീട്ടിക്കൊടുത്തു. പറഞ്ഞു, ആയിഷ നോക്കി ഇതെന്താന്ന്. ആയിഷ ബിബി ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ നല്ല പഴമാണ്, ഈത്തപ്പഴം. കുറേ ദിവസമായി ഏറ്റാലൊന്ന് കിട്ടിയിട്ട്. ഇതിപ്പോൾ നബി സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാ, എന്നെ സോപ്പിടാനാണല്ലേ, തിന്നണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നെടുത്തങ്ങാൻ തിന്നാൽ രാവിലെ മുതൽ പിടിച്ച വാശിയൊക്കെ വെറുതാവും. അതുകൊണ്ട് അതൊന്നും നമുക്ക് തിന്നാൻ ഞാനതെടുക്കൂല എന്ന വാശി ഉള്ളിൽ കിട്ടണം എന്നുള്ള പൂതി ഉണ്ടെങ്കിലും പുറമെ കാണിക്കാതെ ആയിഷ ബി മുഖം തിരിച്ചു. മുഖം തിരിച്ച ഭാഗത്തേക്ക് വീണ്ടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം ചുറ്റിക്കറങ്ങിക്കൊണ്ട് വീണ്ടും ആയിഷയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തോണ്ടി കാണിച്ചു കൊടുത്തു. ആയിഷ നോക്കരെന്താന്ന്. നോക്കിയെന്ന് മാത്രമല്ല, ഒരൊറ്റ തട്ട് റസൂലുള്ളാഹിന്റെ കൈക്ക്. പാത്രം നിലത്ത് വീണു, ഈത്തപ്പഴങ്ങൾ മുഴുവനും നിലയിൽ ചിതറിപ്പോയി. നമ്മളാണ് കൊടുക്കും കരണക്കുറ്റിക്കൊന്ന്, കുറേ നേരമായി സഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ക്ഷമക്കില്ലൊരു പരിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? ചിതറിക്കിടക്കുന്ന ഈത്തപ്പഴം പെറുക്കാൻ വേണ്ടി കാൽമുട്ട് നിലത്തേക്ക് വെച്ച് കമയിന് നിന്നുകൊണ്ട് ഓരോ ഈത്തപ്പഴം പാത്രത്തിലേക്ക് പെറുക്കി വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും 1-2 പെറുക്കിയപ്പോഴേക്കും ആയിഷ ബീവിയുടെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. മഹദി കെട്ടിപ്പിടിച്ച് റസൂലുള്ളാഹിനെ ചുംബിച്ച് കരഞ്ഞു. ഇതല്ലേ വൈവാഹിക ജീവിതത്തിൻ്റെ പൂർണ്ണ അനുരാഗം എന്ന് പറയുന്നത്? ഇതല്ലേ ഇവർ തമ്മിലുണ്ടായത്? ലോകത്ത് ഏറ്റവും വലിയ വിജ്ഞാനത്തിൻ്റെ ഒരു സൗധം കെട്ടിപ്പൊക്കാമെങ്കിൽ അത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ്. ഹദീസിൽ കാണാം, ലോകത്തെല്ലാവരുടെ വിജ്ഞാനം തുലാസിൻ്റെ ഒരു തട്ടിലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വിജ്ഞാനം അറിവ് തുലാസിൻ്റെ മറ്റേ തട്ടിലും തൂക്കിയാൽ ആയിഷ ബിബിയുടെ തുലാസ് തൂങ്ങിയ തട്ടാണ് മുൻതൂക്കമുണ്ടാവുക. ഖലീഫമാരും മഹാന്മാരായ സ്വഹാബിമാരും എത്രത്തോളം ബഹുമാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട സ്വഹാബിമാരായ പ്രഗത്ഭരായ ആളുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സംശയ നിവാരണം നടത്താൻ വരുന്നത് ആയിഷ ബീവിൻ്റെ അടുത്തൊക്കെ. നബി അങ്ങനെ അവിടെ പറഞ്ഞത്. ആയിഷ ബീവി റസൂലിനെ കെട്ടിയത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ ലൈംഗിക ജീവിതം, റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതം, റസൂലുള്ളാഹിന്റെ കിടപ്പറ ജീവിതം എങ്ങനെയാണെന്ന് മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു കെട്ടിയോൾ അവിടെ വേണം. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയെ വിവാഹം കഴിച്ചത് ലൈംഗിക ബന്ധത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല. വിവാഹം എന്ന് പറയുന്നത്, റസൂലുള്ളാഹിന്റെ വിവാഹം എന്ന് പറയുന്നത് ലൈംഗിക ജീവിതത്തിൻ്റെ ഒരു പെർമിഷൻ കൊടുത്തതല്ല, മറിച്ച് അതൊരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരുപാട് ആശയത്തിൻ്റെ നിർമ്മാണമായിരുന്നു റസൂലുള്ളാഹിന്റെ വിവാഹം. ഒരുപാട് 11 നവോത്ഥാനമാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ ബഹറായ, ജനങ്ങളുടെ സംശയത്തിന് നിവാരണം കാണിച്ചു കൊടുക്കുന്ന, പ്രശ്ന കലുഷിതകളിൽ പരിഹാരത്തിൻ്റെ ഫോർമുലകൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന, പരസ്പര എതിർപ്പുകൾക്ക് യജ്ഞിപ്പിൻ്റെ ഫോർമുലകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, റസൂൽ എന്താണ് അക്കാര്യത്തിൽ പറഞ്ഞത് എന്ന് ഒറ്റടിക്ക് പറയാവുന്ന ഓർമ്മശക്തിയുള്ള അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ സൗധമായി കെട്ടിപ്പൊക്കപ്പെട്ട ആയിഷ ബീവി ആദ്യം തന്നെ റസൂലുള്ളാഹിന്റെ നൈസറിയിൽ ചേരട്ടെ എന്ന് അള്ളാഹ് തീരുമാനിച്ചത് കൊണ്ടാണ് 6-ാം വയസ്സിൽ റസൂലുള്ളാഹിന്റെ നൈസറിയിൽ അള്ളാഹു ആയിഷ ബീവിയെ ചേർത്തത്. വിവാഹം എന്ന് പറയുന്നത്
വിവാഹം കഴിച്ചാലേ റസൂലുള്ളാഹിന്റെ കിടപ്പറയിൽ പോകാൻ പറ്റൂ. കിടപ്പറയിലെ കാര്യം ഇൽമാണ്. അത് കിട്ടണമെങ്കിൽ ഈ LKG അവിടെ ആവണം, ഈ അൽബിർ അവിടെ ആവണം, ഈ UKG അവിടെ ആവണം. റസൂലുള്ളാഹിന്റെ നൈസറിയിൽ ആയിഷ ബിബി അത് 6-ാം വയസ്സിൽ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിവാഹത്തിൻ്റെ വയസ്സും പ്രായവും പറഞ്ഞ് ആരും തർക്കിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം കൂടി പറയാം. ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ മൂർധന്യതയിലുള്ള ഈ നുപൂർ ശർമ്മ വേദങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ, ഹൈന്ദവ ദർശനങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇന്ത്യയുടെ ദാർശനികനായിരുന്ന സാക്ഷാൽ വേദങ്ങൾ അറിയാവുന്ന ഒരു മുനി മഹർഷിയെ സംബന്ധിച്ചുകൊണ്ട് പറയാറുണ്ട്. ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആരാ? വേദങ്ങൾ, ഉർഗേദം, സോമവേദം, അഥർവേദം, യജുർവേദം, മനുസ്മൃതി, രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത എല്ലാം ബൈഹാർട്ടുള്ള സ്വാമി വിവേകാനന്ദന് വേദം പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ആ ശ്രീരാമകൃഷ്ണ പരമഹംസൻ കല്യാണം കഴിച്ചത് ശാരദാദേവിക്ക് 5 വയസ്സുള്ളപ്പോൾ. അത് എത്രാമത്തെ സമ്പത്ത്? 1857 19-ാം നൂറ്റാണ്ടിൽ. ഇന്നലെയോ മിനിയാന്നോ? 19-ാം നൂറ്റാണ്ടിൽ. 19-ാം നൂറ്റാണ്ടിൽ ദേവിക്ക് 5 വയസ്സ് മതി, 6-ാം നൂറ്റാണ്ടിൽ ബീവിക്ക് 6 വയസ്സ് പോരാ എന്ന് പറയുന്ന ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നുപൂർ ശർമ്മ സ്വന്തം വേദങ്ങളെ പഠിക്കണം, സ്വന്തം പുരാണങ്ങൾ വായിക്കണം, എന്നിട്ട് മതി പ്രവാചകനെ വിമർശിക്കാൻ പറയൽ. റസൂലുള്ളാഹിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനത്തിലെത്തും. അതിനെ ചൊല്ലി ആയിഷാ ബീബിൻ്റെ പേരിൽ ആരും കണ്ണീരൊഴുക്കണ്ട. ആയിഷാ ബീബിക്ക് കണ്ണീരൊപ്പുന്നതിന് മുമ്പ് നുപൂർ ശർമ്മ നേരെ ശാരദാദേവിയുടെ കണ്ണീരൊപ്പ്, എന്നിട്ട് മതി ആയിഷാ ബീബിയുടെ കണ്ണീരൊപ്പാൻ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.